പെരിയ കല്യോട്ടെ ഇരട്ട കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസിൽ സിബിഐ അന്വേഷണം ശക്തമാകുന്നതിനിടെയാണ് കേസ് അന്വേഷണം കൈമാറുന്നത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന 5 പേരുടെ കൂടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 7 കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ചാണ് ഇനി കേസിൽ തുടരന്വേഷണം നടത്തുക. 4 തവണ പീതാംബരൻ മൊഴിമാറ്റിയെന്നാണ് സൂചന. ഇരുവരെയും താൻ കല്ലുകൊണ്ടിടിച്ചെന്നായിരുന്നു ആദ്യ മൊഴി. പിന്നീട് ഇത് തിരുത്തി 2 പേരെയും താൻ തന്നെയാണ് വെട്ടിയതെന്നാക്കി. ഈ മൊഴിയും പിന്നീട് തിരുത്തി. താനും സുഹൃത്തുക്കളും ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന രീതിയിലേക്കാണ് മൊഴി തിരുത്തിയത്. ഇത് അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്കിനെ ബാധിക്കുന്നുണ്ട്. കൂടാതെ പീതാംബരനും സുഹൃത്തുക്കളും ചേർന്നാണ് കൃത്യം നടത്തിയതെന്നതിലും വൈരുദ്ധ്യമുണ്ട്. പീതാംബരന്റെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ട സജി ജോർജിന്റെയും അറസ്റ്റിലുള്ള മറ്റുള്ളവരുടെയും മൊഴികളിൽ പോലീസിന് സംശയമുണ്ട്. പറഞ്ഞു പഠിപ്പിച്ച രീതിയിലാണ് എല്ലാവരുടെയും മൊഴി. സജി ജോർജ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തെന്നും കൂടുതൽ ശാസ്ത്രീയ തെളിവെടുപ്പുകൾ ആവശ്യമുണ്ടെന്നും പോലീസ് സജിയുടെ കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. സജിയുടെ വാഹനത്തിലാണ് പ്രതികൾ സഞ്ചരിച്ചത്. പിന്നീട് വാഹനം പെരിയപാക്കത്തിനടുത്ത് വെളുത്തോളി ചെറൂട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചു. പ്രതികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ഒരു ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലുണ്ടായിരുന്ന 5 പേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി. ഇവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 5 പേരെ കൂടെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായി ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനെ ബാക്കിയുള്ളവരെ കുറിച്ച് അന്വേഷിച്ചു. പ്രതികളുടെ മൊഴികളിലുള്ള അസ്വാഭാവികതയാണ് പോലീസ് അന്വേഷണത്തിൽ മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്നത്. ഷബീർ ഒമർ, മീഡിയ 1, കാസർഗോഡ്.